ഹലോ എവ്രി വൺ, ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചോറ് വെക്കണം, കറി ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ആദ്യം ചോറ് വെക്കാം. ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ബട്ട് ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ് കൈൻഡ് ഓഫ്. എനിക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോറേജ് ജാറ് ഞാൻ ഈ വീട്ടിൽ റെൻറ്റിനെടുത്തപ്പം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. സോ ലെറ്റ്സ് വാഷ് ദ റൈസ് ഫസ്റ്റ്. സോ ഐ ഓൾവേസ് വാഷ് ഇറ്റ് ലൈക്ക് 3 or 4 times. നമ്മൾ അരി കഴുകി വേറൊരു രാജ്യത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ പോകുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു ദ ഫുഡ് വി മിസ് അവർ മോം, അല്ലേ? ഇപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി. സോ ദ ഇമ്പോർട്ടൻറ്റ് തിങ്, കുരിശ് വരയ്ക്കണം. ഐ ഡോണ്ട് നോ ഇതിപ്പോൾ എല്ലാവരും ചെയ്യാറുണ്ടോയെന്ന് അറിയത്തില്ല, ബട്ട് ഇറ്റ്സ് വെരി വെരി മസ്റ്റ് ഫോർ മൈ മോം. സോ ഞാൻ എപ്പോഴും കുരിശ് വരയ്ക്കാറുണ്ട് അരി കഴുകിയതിന് ശേഷം, കുക്കറിലിടുന്നതിന് മുന്നേ. സോ സ്റ്റവ് ഓണാക്കി നമ്മൾ കുക്കറിൽ അരി ഇട്ടു. സോ ഇത് എപ്പോഴും എനിക്ക് കൺഫ്യൂസിങ് ആണ് കേട്ടോ, ഈ പിക്ചേഴ്സ്. ഈവൻ ദോ ദേ ഷോ ദ പിക്ചേഴ്സ്, ഐ എം റിയലി കൺഫ്യൂസ്ഡ് വിത്ത് ദിസ്. സോ അങ്ങനെ നമ്മൾ അടച്ചു വെച്ചു. ഈ അരി ഈസ് ഫ്രം അസ്ഡ. ഈ ഓൾമോസ്റ്റ് 1 വിസിൽ മതി ഇതിന്. എപ്പോഴും ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഒരു 5 to 10 minutes വെക്കും. ആൻഡ് ദെൻ നമ്മുടെ പ്രഷർ റിലീസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് മോരുകറി ഉണ്ടാക്കാം, വിച്ച് ഈസ് മൈ ഫേവറേറ്റ്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മീൻ കറിയും മോരുകറിയും, ആ ഒരു കോമ്പിനേഷൻ, ഐ ലവ് ഇറ്റ്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു കുക്ക്, അല്ലേ? ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ഡിഷ് കമ്പയറിങ് ടു ദ അതർ ചാറ് കറീസ്. ഇവിടെ എടുത്തിരിക്കുന്ന ഈ യോഗട്ട് ഈസ് ഫാറ്റ് ഫ്രീ ഗ്രീക്ക് യോഗട്ട്, വിച്ച് ഈസ് വെരി കോമൺ ഇൻ അൽദി, അസ്ദ, എനിവെയർ, ടെസ്കോ, എവ്രിവെയർ. സോ I've taken just 2 because ഒരെണ്ണത്തിൽ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. സോ ജസ്റ്റ് ടു കോമ്പൻസേറ്റ്. എനിക്ക് ഇച്ചിരി ക്രീമി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. സോ ഒത്തിരി വെള്ളം ഒഴിച്ചില്ല. ലെറ്റ്സ് ഗോ ടു ദ ഇൻഗ്രീഡിയൻസ് വെരി ക്വിക്ക്ലി. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി വേണമെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. പൈനാപ്പിളും തേങ്ങായും ഒക്കെ ഇട്ട് ഇനി വളരെ വിശാലമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഐ എം സോ ഹംഗ്രി, സോ വി ആർ സ്റ്റാർട്ടിങ് ടു കുക്ക്. ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു, ഭയങ്കര പ്രൊഫഷണൽ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ കുക്കിങ്ങോ ഒന്നും വളരെ പ്രൊഫഷണലൊന്നുമല്ല. ബട്ട് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ, നമ്മുടെ ഒരു ടൈം പാസ് പോലെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ. സോ നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവ ഇട്ടു, നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തു. സോ ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇനീഷ്യലി, ബട്ട് ഞാൻ ഈ വത്തൽമുളകാണ് ആഡ് ചെയ്തേക്കുന്നത്. എനിക്ക് വത്തൽമുളകാണ് കുറച്ചുകൂടി ഇഷ്ടം. സോ നന്നായിട്ട് സോട്ട് ചെയ്യുക. അറ്റ് ദിസ് പോയിൻറ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഷാൻജിയോടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഈ നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി പെട്ടെന്ന് വഴട്ടാനായിട്ട് ഈസിയാണെന്ന് പറഞ്ഞിട്ട്. സോ ഈ പോയിൻറ്റിൽ വി ക്യാൻ ആഡ് സം സോൾട്ട്. കരിയാപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഉണക്കി കൊണ്ടുവരാം. അല്ലെങ്കിൽ ചിലർ എന്താ പറയുക, ഇവിടെ കൊണ്ടുവന്ന് ഐസ് ക്യൂബ് പോലെ ആക്കി പ്രിസർവ് ചെയ്ത് വെക്കുന്നത് ഞാൻ കാണാറുണ്ട്. സോ നൗ ആഡഡ് ഓൾ ദി മസാലാസ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഞാൻ എല്ലാം എൻ്റെ ഒരു രീതിയിലാണ് ഇട്ടേക്കുന്നത്. സോ ഇത് പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 or 2 minutes നന്നായിട്ട് ഇളക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിൽ കൂടുതൽ ഇളക്കിയാൽ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മളിത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി, ഓൾറെഡി ആ പാത്രത്തിന് കുറച്ച് ചൂടുണ്ട്, പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തൈര് ഒഴിച്ചാൽ കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ ബെറ്റർ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ കുക്കർ ആണെങ്കിൽ, കോയിലാണെങ്കിൽ വേറൊരു കോയിലോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് തൈര് ഒഴിക്കുക. ആൻഡ് ദെൻ മിക്സ്. അത്രേ ഉള്ളൂ. സോ നമ്മുടെ ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചോറ് വാർത്തു. നൗ എവറിത്തിങ് ഈസ് റെഡി. കഴിക്കാൻ ഞാൻ റെഡി ആയിരുന്നു, ബിക്കോസ് ഐ എം സോ ഹംഗ്രി. ഇറ്റ് വാസ് എ ലോങ് ഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.